ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു ആനിമി ക്യാരക്ടറിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ, ആനിമി വീഡിയോ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട് ഇന്ന ക്യാരക്ടേഴ്സിനെ, അതായത് നരൂട്ടോയിൽ മെയിനായിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നരൂട്ടേനെയാണ്. നരൂട്ടോ എങ്ങനെ വരയ്ക്കാമെന്നാണ്. അപ്പോൾ കുട്ടികൾ കൂടുതലും ചോദിക്കുന്ന നരൂട്ടോയുടെ പേര് തന്നെയാണ്. അപ്പോൾ കൂടുതൽ പേരും കക്കാഷി, നരൂട്ടോ, അതുപോലെ തന്നെ സാസ്കെ, ഇറ്റാച്ചി, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെയൊക്കെ വരയ്ക്കാൻ പഠിപ്പിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ആനിമിയെ വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ കരുതി. അതായത് നമ്മുടെ ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ആനിമി ക്യാരക്ടേഴ്സിനെ വരയ്ക്കുന്നതിനെ കുറിച്ച്, മെയിനായിട്ടുള്ള ആനിമി ക്യാരക്ടേഴ്സിനെ എങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ആനിമി ക്യാരക്ടർ, അതായത് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നരൂട്ടോ എന്ന ആനിമിയിലെ നരൂട്ടോ എന്ന മെയിൻ ക്യാരക്ടറിനെയാണ് ഇന്ന് വരച്ചാൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ ഇടാനായിട്ട് ആദ്യം ഫേസിൻ്റെ ഒരു ഘടനയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ലൈൻ ഇട്ടതിന് ശേഷം എത്ര നീളമുള്ള ലൈൻ ആവാം, അതിനുശേഷം ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ച്, ഫേസിൻ്റെ നീളത്തിനനുസരിച്ച് ഒരു പാർട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിലേക്ക് ഒരു വര ഇട്ടതിന് ശേഷം 2 ലൈൻ ഇട്ട് ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ ചരിഞ്ഞ 2 വരകൾ ആ വരയിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഏകദേശം ഫേസ് ഈ ഒരു അളവിലാണ്. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും വരയ്ക്കാം, ഈ ഒരു ഷേപ്പ് വരയ്ക്കണമെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ആ 2ആയിട്ട് മാറ്റിയ പാർട്ടിനെ വീണ്ടും 4ആയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ഫേസിൻ്റെ പാർട്ടിനെ 4ആയിട്ട് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആദ്യം വരയ്ക്കുന്ന പുരുകമാണ്. നോർമലി ചിത്രങ്ങൾ വരയ്ക്കും പോലെയല്ല, ആനിമി വരയ്ക്കുമ്പോൾ ക്യാരക്ടറിന് എന്ത് പ്രത്യേകതയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രത്യേകതകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കണ്ണിൻ്റെ ഒരു ഏരിയയാണ് വരയ്ക്കുന്നത്. പുരികവും കണ്ണും നമ്മൾ ആ ഒരു ഏരിയയിൽ, അതായത് ഫേസ് വരച്ചതിന് ശേഷം, ഫേസിൻ്റെ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ 4ആയിട്ട് മൊത്തം ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ കണ്ണിൻ്റെ ഏരിയയാണ്. ഓക്കെ, കണ്ണ് വരയ്ക്കുക. രണ്ടും ഈക്വലായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം 2 സൈഡിലായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് പാർട്ടിൽ, അതായത് സെക്കൻഡ് ലൈനിൽ നമ്മൾ വരയ്ക്കുന്ന മൂക്കാണ്. അതിനുശേഷം ലാസ്റ്റ് ലൈൻ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലൈൻസ് ഉണ്ട്, 3 ലൈൻസ് ഉണ്ട്. അതായത് 4 പാർട്ടായിട്ട് മാറ്റിയതിൽ മൊത്തം 3 ലൈൻസ് കാണും. ആ ഒരു ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടിന് മുന്നത്തെ പാർട്ടിൽ നമ്മൾ ചുണ്ട് വരച്ചു. അതിനുശേഷം കഴുത്തിൻ്റെ ഏരിയാസ് ഏറ്റവും താഴത്തെ ലൈനിൽ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി ചെയ്യുന്നത് നമ്മൾ നരൂട്ടോൻ്റെ മൊത്തം മെയിനായിട്ടുള്ള ലൈൻസ് ഉണ്ട്. അതിൽ ഒരു ലൈനിൻ്റെ തുടക്കത്തിൽ നിന്നാണ് ചെവി വരയ്ക്കേണ്ടത്. ഓക്കെ, കണ്ണിൻ്റെ അവിടെ നിന്ന് ആ ലൈന് വരച്ച് അതുവരെ നമ്മൾ ചെവി വരച്ചു. അതിനുശേഷം മെയിനായിട്ട് നോക്കേണ്ടത് നരൂട്ടോ, അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടറാണെങ്കിൽ, അനിമിലെ ക്യാരക്ടേഴ്സിന് പ്രത്യേകതകളാണ്. ഇപ്പോൾ നമ്മുടെ നരൂട്ടോ എന്ന് പറഞ്ഞ സീരീസിലാണെങ്കിൽ ഹെഡ് ബാൻഡ് ഉണ്ട് അല്ലേ, ഓരോരുത്തർക്കും ഓരോ ഹെഡ് ബാൻഡ് ഉണ്ട്. ആ ഹെഡ് ബാൻഡാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹെയർ. ഓക്കെ, ഹെയർ വരയ്ക്കാൻ ഏറ്റവും സിമ്പിളാണ്. ഈ ആനിമി ക്യാരക്ടർ അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആകുമ്പോൾ ഹെയർ വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇത് നരൂട്ടിൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുമ്പ് സ്പൈക്ക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഒരു ഹെയറാണ്. മുള്ളുകൾ പോലെ ഒരു ഹെയറാണ്. ഓക്കെ, അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ലൈറ്റായിട്ടേ വരയ്ക്കാവും. വളരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് ഹെയർ പോയിട്ട് എന്തൊക്കെ ഇനി ആ ക്യാരക്ടറിന് പ്രത്യേകതകളുണ്ട്, ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ഹെഡ് ബാൻഡ്, ഇതേപോലെ ഹെഡ് ബാൻഡ്, ഹെയർ, അതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേകതകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം കളർ ചെയ്യാനായിട്ട് തുടങ്ങുക. എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതെല്ലാം നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നരൂട്ടോയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഫേസിലെ 3 ലൈൻസാണ്. അതായത് ഓരോ സൈഡിലും 3 ലൈൻസ് വീതം കാണും. പക്ഷേ നമ്മൾ ഹെഡ് ബാൻഡിൽ ഏത് വില്ലേജ് അറിയാനായിട്ട്, അതായത് നരൂട്ടോ ആനിമി കാണുന്നവർക്ക് മനസ്സിലാവും, ആ വില്ലേജിൻ്റെ സിമ്പൽ കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം എല്ലാം ഒന്ന് മായ്ക്കുക. നമ്മൾ പെൻസിലിട്ട് അയച്ച് ജസ്റ്റ് ഒന്ന് മായ്ച്ചെടുത്തതിന് ശേഷം, അതായത് നമുക്ക് അറിയാൻ കഴിയണം എവിടെയാണ് നമ്മൾ ലൈൻസ് ഇട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. അതിനനുസരിച്ച് ഒന്ന് എറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച്, ഏതെങ്കിലും ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് നമ്മൾ വരച്ച ഔട്ട്ലൈൻ്റെ പുറത്തൂടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഈ 2D ആനിമേഷൻ ക്യാരക്ടേഴ്സിനെല്ലാം പൊതുവേ ഒരു ഔട്ട്ലൈൻ ബ്ലാക്കിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഞ്ഞ് പോകാതിരിക്കാൻ നോക്കുക. അതായത് നമ്മൾ എറേസ് ചെയ്ത് കളയത്തില്ലേ, ആദ്യം ഔട്ട്ലൈൻ പെൻസിലിട്ട് വരച്ചത് എറേസ് ചെയ്ത് കളയുമ്പോൾ ഈ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച കണ്ണോ മൂക്കോ ചുണ്ടോ ഒന്നും മായാതെ നോക്കിക്കോണം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ, അതായത് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ, ഇനി നമ്മൾ കളറാണ് ചെയ്യാൻ പോകുന്നത്. കളർ ചെയ്യുന്ന മുമ്പ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുക, എല്ലാ പാർട്ടിലും നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എടുത്ത് കളർ ചെയ്യാനാണ് പോകുന്നത്. കളർ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും സ്കെച്ച് പെൻ ഉപയോഗിക്കാം. മാക്സിമം ഒരു 24 ഷെയ്ഡൊക്കെ ഉള്ള കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സ്കെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കളർ പെൻസിലോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഡാർക്ക് യെല്ലോ കളർ എടുത്തതിന് ശേഷം ഈ ഹെയറിൻ്റെ ഷെയ്ഡുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ആനിമി ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഈ ബ്ലെൻഡിങ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടായിരിക്കത്തില്ല അവർ വരയ്ക്കുന്നത്. കുറേ ഷേപ്സിൽ ഡാർക്ക് ലൈറ്റും ഉപയോഗിച്ച് കളർ ചെയ്യിക്കുക. ഇപ്പോൾ ഹെയറാണ് ചെയ്യുന്നതെങ്കിൽ ഹെയറിൻ്റെ ഡാർക്ക് വരുന്ന ഏരിയകളിൽ ലൈൻ വരച്ച് ഡാർക്ക് ചെയ്യുന്നു. അതുപോലെ വീഡിയോ കാണുമ്പോൾ ലൈറ്റ് ഭാഗങ്ങളിൽ ലൈറ്റ് ചെയ്യുന്നു. ഓക്കെ,
ഹെയർ നമുക്കിപ്പോൾ നരൂട്ടോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നരൂട്ടോ ആണ് എന്നതിൽ ഏറ്റവും ദൂരെ നിന്നാലും അതായത് എത്ര ദൂരെ വെച്ചാലും ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നരൂട്ടോയാണെന്ന് പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഹെയർ കണ്ടിട്ടായിരിക്കും അല്ലേ. അത് നരൂട്ടോയുടെ ഹെയർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെയാണ്, ഏറ്റവും ഫേമസ് ആയ ഒരു കാര്യമാണിത്. ഹെയറിൻ്റെ കളർ യെല്ലോ കളറായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് സ്കിൻ കളർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡാർക്ക് സ്കിൻ ടോണാണ് കൊടുക്കുന്നത്. അതിനായിട്ടൊരു ഒന്നുകിൽ പിങ്ക് കളർ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മളതിൽ പീച്ച് കളർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡാർക്കായിട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ലൈറ്റും ഡാർക്കും അനുസരിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഹെയറിൽ നോർമലി യെല്ലോ കളറും സ്കിൻ കളറോ പിങ്കോ എന്തെങ്കിലും കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ 2 ഷെയ്ഡ് ഇതാണ് ഉപയോഗിക്കുന്നത്, ഡാർക്ക് ലൈറ്റും വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഹെയറിൽ ഇപ്പോൾ ഡാർക്ക് യെല്ലോയും ലൈറ്റ് യെല്ലോയും ചെയ്തു. അതുപോലെ തന്നെ സ്കിൻ കളറിൻ്റെ ഡാർക്ക് ടോൺ കൊടുക്കാനായിട്ട് ഒരു പിങ്ക് കളറും കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത് പീച്ച് കളർ എടുത്തതിന് ശേഷം സ്കിന്നിൻ്റെ ബാക്കി ഭാഗങ്ങൾ കളർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബ്ലാക്ക് പെന്നിൻ്റെ ഇങ്ക് ഉണ്ടല്ലോ, അതായത് ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് വരച്ചതിൻ്റെ ഇങ്ക് ഉണങ്ങിയതിന് ശേഷം മാത്രം, അത് മഷി ഉണങ്ങിയതിന് ശേഷം മാത്രം കളർ ചെയ്യുക. ഇല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഈ ബ്ലാക്ക് പെന്നിൻ്റെ ലൈൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. സ്കിൻ കളർ എല്ലായിടവും ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ കളറാണ് ഇപ്പോൾ ക്യാരക്ടർ വരയ്ക്കുമ്പോൾ, അനിമേ ക്യാരക്ടേഴ്സിനെ വരയ്ക്കുമ്പോൾ അവർക്ക് മെയിനായിട്ട് ഇന്ന കളർ ഹെയറിന് കാണും, ഇന്ന സ്കിൻ ടോൺ കാണും, ഡ്രസ്സിന് ഇന്ന കളർ കാണും. ഇല്ലേ, ഇപ്പോൾ സൂപ്പർമാനും സ്പൈഡർമാനും അതുപോലെ സൂപ്പർ ഹീറോസ് നോക്കിയാൽ പോലും അവരുടെ കോസ്റ്റ്യൂംസിന് പ്രത്യേകം കളേഴ്സ് ഉണ്ട് ഇല്ലേ. ഇപ്പോൾ ബെൻഡൻ എന്ന് പറയുന്ന കാർട്ടൂൺ എടുത്താലും അല്ലെങ്കിൽ ബെൻഡൻ എന്ന ആനിമേ എടുത്താലും അതിനുമുണ്ട്. ഗ്രീനാണ് അവരുടെ ഡ്രസ്സിൻ്റെ കളർ എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേകതകൾ മെയിനായിട്ട് കാണിക്കുന്നത്, ഇപ്പം ഇന്ന ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ മെയിനായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ അവരുടെ കളറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്കെച്ച് ഉപയോഗിച്ചാണ് നിങ്ങൾ കളർ ചെയ്യുന്നതെങ്കിൽ അധികം സ്പ്രെഡാവാതെ, പുറത്തേക്ക് സ്പ്രെഡാവാതെ വേറൊരു കളറിൻ്റെ കൂടെ മിക്സായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു കളർ ഉപയോഗിച്ച് അത് ഉണങ്ങുന്ന മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ, ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തിരിക്കുന്നുണ്ട്, ചില കളറുകൾ ഈ മിക്സ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു കളർ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നരുട്ടൻ്റെ കണ്ണുകൾ നീല കളറാണ്, ആ നീല കളർ ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം നരുട്ടൻ്റെ ഒരു ഷേപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ വീഡിയോ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കിത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടിലും പാസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഫീച്ചറിൽ തന്നെ ഉണ്ട്, നമുക്ക് സ്ലോ ആക്കി വീഡിയോസ് കാണാൻ പറ്റും, അതുപോലെ ആക്കിയിട്ട് വരയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.